ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഞാൻ ഇത്രയും നാൾ വീഡിയോ ഇട്ടതിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോവുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ ആദ്യമായിട്ട് ഞാൻ ചേട്ടനും കൂടി ഫ്ലാറ്റ് റെൻ്റിന് എടുത്തപ്പോഴത്തേക്കും അവിടുത്തെ ബാൽക്കണിയിൽ ആദ്യം ഒരു ചട്ടിയിലായിരുന്നു, ഒരു ചട്ടിയിൽ കുറച്ച് വിത്തിട്ടു, പയർ, പാവൽ അങ്ങനെ കുറച്ചിത് നട്ടിരുന്നു. അപ്പോൾ അത് പറ്റൂ ഇല്ലേ എന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നട്ടു. അത് വലുതായി. അത് ഇപ്പോൾ അതിൻ്റെ വിളവ് എടുക്കേണ്ട സമയമായി. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ 3-4 മാസമായി. അപ്പോൾ അന്നിട്ടപ്പോൾ കുറച്ചൊക്കെ പട്ടുപോയിരുന്നു, കുറച്ചൊക്കെ പിടിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അലോവേര, പിന്നെ പുതിനയില, നമ്മുടെ ഞവര, പനിക്കൂർക്ക, അങ്ങനെ കുറേൻ്റെ തൈ മുളപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ചെറിയ കുഞ്ഞു എൻ്റെ പ്ലാസ്റ്റിക് കുപ്പിയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നട്ടു. അപ്പോൾ അന്ന് പറ്റുമില്ലെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാം കൂടി ഒരു ചട്ടിയിലാണ് നട്ടത്. എന്നിട്ട് വിത്ത് നമ്മൾ പാകിയത് പയറും പാവലും കൂടി ഒന്നിൽ പാകി. അപ്പോൾ പയർ നമുക്ക് ഇത്രയുമായി. നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാനും ചേട്ടനും ആദ്യമായിട്ടാണ് ഒരു സാധനം നട്ടിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചേട്ടൻ നല്ല സന്തോഷമായിട്ട് സ്നേഹമായിട്ട് തന്നെ തടവിയിട്ട് ആദ്യത്തെ അതിൻ്റെ പയറെടുത്തു. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ നന്നായിട്ട് അതിനെ കാര്യമൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് വെള്ളം വീഴ്ത്തുമ്പോൾ അത് ശരിക്ക് നമുക്ക് കായ് തരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും നല്ല കാര്യമായിട്ടാണ് അതിനെ നോക്കിയത്. ഇതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് മുളകും കൂടി പാകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് നിൽക്കുന്നത്. നമ്മുടെ ആഫ്രിക്കൻ മല്ലിയില എല്ലാം കൂടി ഒരൊറ്റ ചട്ടിയിൽ. അപ്പോൾ ഇനി അത് മാറ്റണം. അപ്പോൾ പയറും പാവലും മാത്രം നമ്മൾ സെപ്പറേറ്റ് ഒരൊറ്റ ഇതിൽ നട്ടു. ഇത് പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പാവൽ ഏകദേശം ഇത്രയായി. പാവലും പെട്ടെന്ന് വലുതായി. 2 പൊടിച്ചു. പക്ഷേ ആദ്യം പൊടിച്ചത് രണ്ടാമത്തെ പൊടിച്ചതിനേക്കാളും സ്ലോ ആയിട്ടാണ് വളർന്നു വരുന്നത്. രണ്ടാമത് പൊടിച്ചത് പെട്ടെന്ന് നീളം വെച്ചു. അപ്പോൾ ഇനി അതിന് പേപ്പർ ഇടണം. അപ്പോൾ വന്ന പാവലിൽ പേപ്പർ ഇട്ട് മൂടി വെക്കണം. എന്നിട്ട് വലുതാകുമ്പോഴത്തേക്ക് നമ്മൾ പേപ്പർ മാറ്റി അത് പറിച്ചെടുക്കും. അപ്പോൾ പയർ ഏകദേശം നമ്മൾ എടുത്തു. പാവൽ എടുക്കാറായി വരുന്നതേ ഉള്ളൂ. പിന്നെ പുതിനയില നമ്മൾ കൊണ്ടുവന്ന് നട്ടത് ഒരുപാട് വലുതായി. ആദ്യം കുറച്ചൊക്കെ പട്ടുപോയിരുന്നു, പിന്നെ നല്ല വലുതായി. അപ്പം ഞാൻ അതും പറിച്ചെടുത്തു. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യത്തിനായിട്ട് അതും കൂടി പറിച്ച് എടുത്തു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പയർ വെച്ചിട്ട് ആ 3 പയർ മാത്രം എടുത്തിട്ട് അന്ന് തന്നെ ഒരു തോരൻ വെച്ചു. ഒരു ചെറുതായിട്ട് കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ട് തോരൻ വെച്ച്. വേറെ ഒന്നും അഡിഷണൽ ചേർത്തില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിച്ചപ്പോഴും അതേപോലെ ആയിരുന്നു. നമ്മുടെ ഫ്ലാറ്റിൽ നമ്മൾ നട്ട് ഉണ്ടായ പയർ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ എന്ത് പുറത്തുനിന്ന് വാങ്ങിച്ച് ഉണ്ടാക്കി കഴിച്ചാലും കിട്ടില്ല. അത് നമുക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ ആര് വീട് വയ്ക്കുക എന്തോ ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് സ്ഥലമെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ മാറ്റി വയ്ക്കണം. ആ വീട്ടിൽ സ്ഥലമില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫ്ലാറ്റിലോ അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു 2-3 ചട്ടി വാങ്ങിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നട്ടെടുക്കാൻ പറ്റും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഈ നട്ട് കാണിച്ചു തന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമായെന്നും ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. കാരണം അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. ഇതുപോലെ ഒരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.